യുവമോർച്ച നേതാവ് പ്രതിയായ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി ശ്രീലകം ഫിനാൻസ് മാനേജർ ടിനു തമ്പാൻ അറസ്റ്റിൽ. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണൻ, സ്ഥാപന ഉടമ രാധാകൃഷ്ണ പിള്ള എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. 100 പവനോളം സ്വർണം പ്രതികൾ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ നിഗമനം. കോമല്ലൂരും കറ്റാലത്തും പ്രവർത്തിക്കുന്ന ശ്രീലകം ഫൈനാൻസ് എന്ന് പറയുന്ന ഫൈനാൻസ് സ്ഥാപനത്തിൽ മറ്റു ബാങ്കുകളിൽ ഇരുന്ന പണയങ്ങൾ നമ്മളെ കൊണ്ട് ടേക്ക് ഓവർ ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ട് വെപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഫൈനാൻസ് ഉടമ രാധാകൃഷ്ണനും ടിനു തമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയും രാഹുൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പണയം ഇവിടെ എടുക്കാൻ വന്നപ്പോൾ പലിശ മുതലടച്ച് എടുക്കാൻ വന്നപ്പോൾ രജിസ്റ്ററിൽ നമുക്ക് തന്ന രസീതിൽ കൂടുതൽ എമൗണ്ടാണ് രജിസ്റ്ററിൽ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ പല പണയങ്ങളും രജിസ്റ്ററിലില്ല. നമ്മളെടുക്കാൻ വന്നപ്പോൾ പണയം നഷ്ടപ്പെട്ടതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. എന്നെപ്പോലെ നിരവധി വ്യക്തികളാണ് ഇതിനകത്ത് ഇരയായിട്ടുള്ളത്. ഇതുവരെ നമ്മൾ അത് സംബന്ധിച്ച് നൂർനാട് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുള്ളതാണ്. ഇത്രയും ദിവസമായിട്ട് ഇതിനൊരു നടപടി അധികാരികളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ സെറ്റിൽ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ വിളിപ്പിച്ച് അതിനെ അതിക്രൂരമായിട്ട് ടിനു തമ്പാന്റെ ഹസ്ബൻഡ് സജു തങ്കച്ചനും രാഹുൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഞാൻ അതിക്രൂരമായി വർദ്ധിച്ച് ഇന്നും ഞാൻ ട്രീറ്റ്മെന്റിലാണ്. അതൊരു സർജറിയുടെ ഇതിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതിന് FIR ഇട്ടത് 5-ാം തീയതിയാണ്. ഇന്ന് ഇത്രയും ദിവസമായിട്ട് അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അവരെന്റെ ഫോണാണ് ചോദിക്കുന്നത്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, യുവമോർച്ച നേതാവാണ്. ആ ഒരു പദവിയൊക്കെ ഉപയോഗിച്ച് വിശ്വസിപ്പിച്ചൊക്കെ ആയിരിക്കുമോ ഈ തട്ടിപ്പിലേക്ക് ഇത്തരത്തിലുള്ള ഇരകളെ ഉണ്ടാക്കിയത് ഇയാൾ? അതെ റോഷ്നി, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കറ്റാനം സ്വദേശി കൂടിയായ രാഹുൽ രാധാകൃഷ്ണൻ. ഈ രാഹുൽ രാധാകൃഷ്ണന്റെ തട്ടിപ്പിൽ BJP നേതാക്കൾ കൂടി ഇരകളായി എന്നാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അതായത് 100 പവൻ സ്വർണം തട്ടിയെടുത്തു എന്നാണ്. ഒരു ശ്രീലകം എന്നൊരു ഫിനാൻസ് സ്ഥാപനം തുടങ്ങിയ ശേഷമാണ് ഈ പ്രതികൾ സ്വർണ്ണപ്പണയ തട്ടിപ്പ് നടത്തിയത്. പ്രതികൾ ഇവരാണ്. ചുനക്കര, കോമല്ലൂരും കറ്റാനം, ഭരണിക്കാവും പ്രവർത്തിക്കുന്ന ശ്രീലകം ഫിനാൻസ് കേന്ദ്രീകരിച്ച് ഒരു സ്ഥാപനം തുടങ്ങിയ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണൻ, സ്ഥാപന ഉടമ രാധാകൃഷ്ണ പിള്ള, മാനേജർ ടിനു തമ്പാൻ. ഇപ്പോൾ ടിനു തമ്പാനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ഈ മാസം 5-ാം തീയതിയാണ് ആലപ്പുഴ കുറത്തിക്കാട് പോലീസാണ് ഇവർക്കെതിരെ 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് 100 അധികം ആളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം മേടിച്ച് അവർക്ക് പിന്നെ തട്ടിപ്പ്, ചെറിയ പലിശയ്ക്ക് പണം വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയത്. നിരവധി പേർ ചെങ്ങന്നൂർ DYSPക്കും കുറത്തിയാട് പോലീസ് നേരത്തെ പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിലും പിന്നീട് പോലീസ് ഈ പരാതികൾ വ്യാപകമായി വന്നതിനെ തുടർന്ന് കേസെടുത്തു. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച് തട്ടിപ്പിന് ഇരയായി എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വർണം നഷ്ടമായ ഒരു വീട്ടമ്മ രാഹുൽ രാധാകൃഷ്ണനും ടിനു തമ്പാന്റെ ഭർത്താവും ചേർന്ന് മർദ്ദിച്ചു. അവരുടെ ബൈറ്റാണ്, അതായത് അവർ പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത്. അങ്ങനെ അതിൽ നൂർനാട് പോലീസ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് നേരത്തെ DGPക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ട്. പക്ഷേ ഇപ്പോഴും BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണനും ഈ സ്ഥാപനത്തിന്റെ ഉടമ രാധാകൃഷ്ണ പിള്ളയും ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. 2 ആഴ്ച മുന്നിട്ടും ഈ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ പുറത്താക്കാനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ BJP യുവമോർച്ച നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. റോഷ്നി, ശരി. അപ്പോൾ ഒളിവിലുള്ള ആളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ.